ആ കെവിന്റെയും ഇസബെല്ലയുടെയും എന്തെങ്കിലും കള്ളക്കളികളുണ്ടോ ഇതിന്റെ പിറകിൽ? അല്ല മാഡം, അവര് ഉറപ്പിക്കാൻ വയ്യ. ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലീസിനെയും മന്ത്രി ആശ്രയിക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ശരി, പത്രസമ്മേളനം വിളിക്കാം. ആ വാർത്ത നന്ദൻ അപായപ്പെടുത്തിയ സംഘം കാണില്ലേ? ഇവിടുന്ന് എന്നെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നേ. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്തോട്ടെ. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദനെ ഞാൻ വിട്ടുകൊടുക്കില്ലെങ്കിലോ? നിങ്ങളെക്കാൾ വലിയ കുഴപ്പക്കാര് വേറെ ആരുമില്ല. നന്ദനെ വശത്താക്കി സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഒരു കൊലപാതകം കൃത്രിമമായി സൃഷ്ടിച്ച് എല്ലാവരും വിശ്വസിപ്പിച്ചവരല്ലേ നിങ്ങൾ? ഇപ്പോ നിങ്ങൾ അടുത്ത എന്തോ ഒരു നീക്കം നടത്തിയിരിക്കുക. അതിനു വേണ്ടി ഋഷി ഉപയോഗിച്ചിരിക്കുന്നു. അയ്യോ അല്ല, അങ്ങനെയൊന്നും അല്ല. അതോ അന്ന് നന്ദനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ഇപ്പൊ യഥാർത്ഥത്തിൽ തന്നെ അങ്ങ് നടത്തിയോ? ഋഷിയെ കൊന്നോ? അയ്യോ ആന്റി, ആന്റി എന്തൊക്കെയാ പറയുന്നത്? കെവിൻ, ഞാൻ പറഞ്ഞു അഭിനയിക്കണ്ടെന്ന്. നിങ്ങൾ വിചാരിക്കുന്നത് സാധിക്കാൻ വേണ്ടി കൂടെ ഉള്ളവരെ വരെ കൊല്ലാൻ മടിക്കില്ല നിങ്ങൾ. ഋഷി വിചാരിക്കുന്നത് അവന് വേണ്ടി നിങ്ങൾ സഹായിക്കുവെന്നാ. തിരിച്ചാണെന്നും അവൻ നിങ്ങളുടെ കരുവാണെന്നും അവന് മനസ്സിലാവാതെ പോയി. അവനെ കിട്ടാൻ മറ്റൊരിടത്തും തരേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം അവൻ എന്താ സംഭവിച്ചെന്ന്. ഇനി ജീവനോടെ ഉണ്ടെങ്കിൽ എവിടെയാണെന്നും. നന്ദൻ പോലീസിൽ ഹാജരായ ഋഷി കുടുങ്ങുന്നു, കൊലപാതക നാടകം പുറത്താവുന്നു. നിങ്ങൾക്ക് മനസ്സിലായി? അപ്പോ നന്ദന്റെയും ഋഷിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ നിങ്ങൾ ഉറപ്പിച്ചു. ഒന്നുകിൽ അവരെ രണ്ടുപേരെയും നിങ്ങൾ എങ്ങോട്ടേക്കോ മാറ്റി, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കെവിനെ മര്യാദക്ക് പറഞ്ഞു. എന്റെ മോനെ നിങ്ങൾ എന്താ ചെയ്തേ? മരണത്തിന് വിട്ടുകൊടുക്കാതെ രാവും പകലും കാവലിൽ നിന്ന് അവന് രണ്ടാം ജന്മം കൊടുത്തവളാ ഞാൻ. മരണത്തെ തോൽപ്പിച്ച് അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവനെ തിരിച്ചെടുക്കാൻ എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങളായിട്ട് വിട്ടു തരുന്നില്ലെങ്കിൽ നിങ്ങളെ അവസാനിപ്പിച്ചിട്ടാണെങ്കിൽ അവനെ ഞാൻ വീണ്ടെടുക്കും. അപേക്ഷിക്കലൊക്കെ ഞാൻ നിർത്തി. ഇനി തീരുമാനിച്ചത് നടപ്പിലാക്കൽ, അത്രേ ഉള്ളൂ. അവള് വരട്ടെ, ഋഷിയെ വിട്ടുതരാൻ പറ്റുമോന്ന് അറിയട്ടെ. ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമായില്ലെങ്കിൽ പിന്നെ ഇസബെല്ല തന്നെ പറയട്ടെ. ഇസബെല്ലയുടെ പറച്ചിലൊന്നും കേൾക്കണ്ട. ഋഷിയെ ഇങ്ങ് തന്നാ മതി. അവനെയും കൊണ്ടേ ഞാൻ മടങ്ങൂ. അല്ല, ഇന്നലെ ദേവിക എന്താ പാർലമെന്ററി മീറ്റിംഗിൽ വരാതിരുന്നത്? ഞാൻ വിപ്പിനെ അറിയിച്ചിരുന്നു സർ. അതൊന്നും ശരിയായ നടപടിയല്ല. സീനിയേഴ്സ് ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം. MLA ആയിട്ട് കുറച്ച് മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ പ്രധാനപ്പെട്ട മീറ്റിംഗിൽ നിന്ന് മുങ്ങിത്തുടങ്ങിയാൽ എങ്ങനെയാ? പാർട്ടി മീറ്റിംഗും ഒക്കെ കഴിഞ്ഞിട്ടേ എനിക്കും സിദ്ധാർത്ഥനും ഒക്കെ മറ്റെന്തും ഉണ്ടായിരുന്നുള്ളൂ. അല്ലേ സിദ്ധാർത്ഥൻ? നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? MLA എന്ന നിലയിൽ ദേവികയുടെ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കുന്നു എന്നാ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതങ്ങനെ ആയിരിക്കുമല്ലോ. സിദ്ധാർത്ഥന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും മരുമോളുടെ കുറ്റം പറയൂ? CMനും റിപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടാവും. ദേവിക പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടെ സജീവമാണ്. ഞാനിപ്പോഴും സജീവൻ തന്നെയാണ് സർ. ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും തർക്കിക്കണ്ട.
ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് എന്തോ ഉണ്ടല്ലോ അല്ലേ? പോകുന്നുണ്ട്. രാധാകൃഷ്ണൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനായിട്ടാണ് ഞങ്ങൾ രാധാകൃഷ്ണനെ കാണാൻ വന്നത്. എന്താ സിദ്ധാർത്ഥൻ? ഞങ്ങൾക്ക് CM ഒന്ന് കാണണം. ആ, അതിനെന്താ? CM നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കണ്ടൂടെ? ദേവിക MLA കൂടെ അല്ലേ? ഇന്ന് 4 മുതൽ അദ്ദേഹം ഓഫീസിലുണ്ടാവും. അങ്ങനെയല്ല സർ, അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണണം. അരമണിക്കൂർ സമയം കിട്ടണം. പ്രൈവറ്റ് മീറ്റിംഗ് ആണോ? അതേ രാധാകൃഷ്ണ. രാധാകൃഷ്ണനല്ലേ CMന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്നത്. രാധാകൃഷ്ണൻ ഒന്ന് പറയണം. ഇപ്പോ CM വീട്ടിലായിരിക്കുമല്ലോ, അവിടെ ഒന്ന് വിളിച്ചു പറയാമോ? ഞങ്ങൾ അങ്ങോട്ട് പോവാം. നന്ദന്റെ കാര്യം സംസാരിക്കാനാണോ? അതെ സർ. നടക്കില്ല. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദനയായിരിക്കാം. ഒന്നിനു പുറകെ ഒന്നായി എന്തൊക്കെ ആരോപണങ്ങളാണ്. മാലിന്യ പ്ലാന്റിന്റെ കാര്യത്തിൽ പാർട്ടി നിലപാട് ആദ്യം അംഗീകരിക്കാത്തത് കാരണം പാർട്ടി പൊതുവെ ദേവികയുടെ അകൽച്ചയിലാണ്. പ്രൈവറ്റ് മീറ്റിംഗിന് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ പ്രയാസമായിരിക്കും. രാധാകൃഷ്ണൻ, വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. നന്ദനെ കുറിച്ച് യാതൊരു അറിവുമില്ല. പോലീസാണെങ്കിൽ അന്വേഷണത്തിൽ ജാഗ്രത കാണിക്കുന്നുമില്ല. സമാധാനമായി ഒന്ന് ഉറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി സർ. ഇനി CM വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും. ഒരു SIT രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ഒരു റിക്വസ്റ്റ് വെക്കാനാ. എന്തോന്ന്? SITയോ? കൊള്ളാം. മുഖ്യമന്ത്രിയോട് ചെന്ന് പറഞ്ഞാൽ മതി, ഉടൻ SIT പ്രഖ്യാപിക്കും. ഇസബെല്ല എന്ന പെണ്ണിനെയും നന്ദനെയും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്ത CMന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. പറഞ്ഞില്ലേ, നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് പാർട്ടിക്ക് തലവേദനയായിരിക്കാം. ഈ ഒരു കാര്യത്തിനായിട്ടാണെങ്കിൽ ഇവിടെ ഇരിക്കണമെന്നില്ല. രാധാകൃഷ്ണ, നടക്കില്ല. എനിക്കിന്ന് ഒരുപാട് വിസിറ്റേഴ്സ് ഉള്ള ദിവസം കൂടിയാ. അല്ല സർ. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. മതിയടോ രാധാകൃഷ്ണ, തന്റെ ആളല്. എന്താ വിളിച്ചത്? ഇടോന്നോ? ആ, പഴയ സഹപ്രവർത്തകനായിരിക്കും, പക്ഷെ ഞാനിപ്പോ മിനിസ്റ്ററാ. ആ ഒരു മര്യാദയിൽ വേണം സംസാരിക്കാൻ. പക്ഷേ മിനിസ്റ്ററായിട്ടല്ല, ഒരു ഗുണ്ടായിട്ടാ താൻ എന്നോട് സംസാരിച്ചത്. തനിക്കപ്പോ ആ ലെവലിലുള്ള സംബോധന മതി. തന്നെ പോലുള്ള ഉപദേശകരാടോ പല മുഖ്യമന്ത്രിമാരുടെ പേര് നശിപ്പിക്കുന്നത്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ പദവിയെ മറയാക്കുന്ന തന്നെ പോലുള്ളവരാ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ശാപം. ഞങ്ങൾ വന്നപ്പോഴേ തനിക്ക് കാര്യം മനസ്സിലായി അല്ലേ? അതുകൊണ്ടാ ആദ്യമേ ദേവിയെക്കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിച്ചു പറഞ്ഞത്. ഒരേ പാത്രത്തിലുണ്ട്, ഒരേ പായൽ ഉറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരല്ലടോ നമ്മള്. തന്നെ എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ല. എന്നിട്ടും മോള് വാ, നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ CMനെ കാണാം. MLA സ്ഥാനം പോകുന്നു വന്നാലും ഇനി ഇതുപോലുള്ളവന്മാരുടെ കാല് പിടിക്കണ്ട. എടോ രാധാകൃഷ്ണ, ഇന്ന് ദേവികയെ മുഖ്യമന്ത്രി അടുത്ത് ചെല്ലാൻ താൻ അനുവദിച്ചില്ല. നാളെ ചിലപ്പോ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ വേണ്ടി പാർട്ടിയും ജനങ്ങളും തിരഞ്ഞെടുക്കുന്നത് ദേവികയായിരിക്കും. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല രാധാകൃഷ്ണ. താനെന്താടോ ആ പഴയ യുവ നേതാവിനെ പോലെ എല്ലാവരെയും ഭരിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണോ? എടോ മന്ത്രി, ഇവിടെ രാജഭരണമൊന്നുമില്ല. വന്ന വഴി മറന്ന് അഹങ്കാരം കാണിച്ച നാളെ ചട്ടിയെടുത്ത് തെണ്ടേണ്ടി വരും താനൊക്കെ. വാ മോളെ. എന്താ ദേവിയ, എന്നെ ആക്ഷേപിക്കാനാണോ അമ്മായി അച്ഛനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? സാറേ,
ആ പോയ മനുഷ്യൻ ഒഴിഞ്ഞു തന്ന മന്ത്രിക്കസേരയിലാ താങ്കൾ ഇപ്പൊ ഇരിക്കുന്നെ. ഞാൻ MLA ആയതും അദ്ദേഹത്തിന്റെ ആദർശം കൊണ്ട് ഒഴിഞ്ഞു തന്ന സീറ്റിൽ മത്സരിച്ചിട്ടാ. പിന്നിട്ട വഴികളിലേക്ക് നോക്കി ഒന്ന് ചിന്തിച്ചാ മനസ്സിലാവും എന്താ നേടിയതെന്ന്. ആൻറ്റി ആൻറ്റി ഇരിക്ക്. ഇസബെല്ലെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ കോഫിയോ മറ്റോ എടുക്കട്ടെ? എനിക്ക് വേണ്ടത് എന്റെ മകനെയാ. ബെല്ല വന്നു തോന്നുന്നു. ബെല്ല, അകത്ത് അരുന്ധതി ആൻറ്റി വന്നിട്ടുണ്ട്. അവരെപ്പോഴാ വന്നേ? കുറച്ചു നേരമായി. എന്നിട്ടെന്താ എന്നെ ഒന്നും വിളിച്ച് പറയാത്തെ? ഞാൻ ഉടനെ വരുമായിരുന്നല്ലോ. ഞാൻ വിളിച്ചിരുന്നു, നിന്റെ ഫോൺ ഓഫായിരുന്നു. എന്താ ജോയിൻ, അരുന്ധതി മാഡം കലപ്പിലാണോ? അതെ സാർ, ഋഷിയെ ഞാനും ബെല്ലയും കൂടെ മാറ്റിയെന്നാ ഇപ്പൊ അവര് പറയുന്നത്. ആ, അത് കൊള്ളാലോ. മാഡം ഇരിക്കും. ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരാളുടെ അഭിനയം ഞാനിപ്പോ കണ്ടു കഴിഞ്ഞേ ഉള്ളൂ. ഇനി ഇസബെല്ലയുടെ ആക്ടിങ് കൂടി എനിക്ക് സഹിക്കാൻ പറ്റില്ല. മാഡം എന്തായി പറയുന്നേ? ഇസബെല്ല, എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. കൂടുതലൊന്നും പറയിപ്പിക്കരുത്. മാഡം, ഋഷിയെ കാണാതായതിനെ കുറിച്ചുള്ള ഒരു പരാതി കൂടെ തരും. അന്വേഷണം ഊർജിതമാക്കാം. ഒരു പരാതി കൂടി തരാനോ? അന്നൊരു പരാതി തന്നതില് സാർ എന്ത് നടപടിയാ നടത്തിയത്? നന്ദനും ഋഷിയും തമ്മിൽ തീരാത്ത പകയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും കൊലപാതകം നടത്തി നാടകം കളിച്ചതൊക്കെ ഒരമ്മ എന്ന നിലയില് എനിക്ക് പരാതിയുണ്ട് സർ. പക്ഷേ ഇപ്പൊ പരാതി തരാനല്ല, നിയമം നടത്തിക്കാനാ ഞാൻ വന്നത്. എനിക്ക് ഋഷിയെ തിരികെ കിട്ടണം. മാഡം എന്തായി പറയുന്നേ? ഋഷിയുടെ കാര്യത്തിൽ ഞങ്ങൾ ശരിക്കും... ഇസബെല്ല, നിന്റെ അഭിനയം കണ്ട് മാർക്കിടാനല്ല ഞാൻ വന്നത്. പിന്നെ എന്ത് ചെയ്യൂന്നാ നിങ്ങള്? ബെല്ല, ഞാൻ സംസാരിക്കാം. മാഡം, ഇതുപോലുള്ള ഒരുപാട് അഭ്യാസങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. മാഡത്തിന് ഇവരെ ചിലപ്പോൾ പറ്റിക്കാനാവും. എനിക്ക് പക്ഷേ കാര്യങ്ങൾ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഋഷിയെ മാറ്റിയത് നിങ്ങൾ തന്നെയല്ലേ? ഡിവൈഎസ്പി, സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടതൊക്കെ നിങ്ങളാ. ഋഷിയെ വിദേശത്തേക്ക് അയക്കുന്നത് നിങ്ങൾ എല്ലാവരെയും കൃത്യമായിട്ട് വിശ്വസിപ്പിച്ചു. എയർപോർട്ടിൽ വെച്ച് അവനെ മാറ്റി. ഇപ്പൊ സേഫായ ഏതോ സ്ഥലത്ത് അവനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുക. നിങ്ങളെ സംശയിക്കാതിരിക്കാൻ വേണ്ടി കുറ്റങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടുന്നു. പക്ഷേ ഈ നമ്പരൊന്നും ഇവിടെ ചെലവായാലും മാഡം, ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും അവനെ പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും. വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാട് സ്റ്റേഷനിൽ കാണിച്ചാ മതി സർ. അരുന്ധതി ആള് വേറെയാ. ഡിവൈഎസ്പി ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഞാൻ ആരാണെന്നും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. എനിക്കറിയാം, പ്രൊഫൈൽ എൻ്റെ കയ്യിലുണ്ട്. രാഷ്ട്രീയത്തിലെ സൂപ്പർ പവറായിരുന്ന കാര്യവും തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിലും മന്ത്രിസഭയിലെ വകുപ്പ് നിശ്ചയിക്കുന്നതിലുമൊക്കെ നിർണായക പങ്കുണ്ടായിരുന്ന വിവരമൊക്കെ
എനിക്ക് നന്നായിട്ട് അറിയാം. പോലീസുകാരുടെ സീറ്റ് മാറ്റാനും തൊപ്പി തെറിപ്പിക്കാനുള്ള കഴിവും ഒക്കെ അറിയാം. പക്ഷേ അതൊക്കെ പണ്ട്. ഇപ്പൊ നിങ്ങൾ വീണ് കഴിഞ്ഞു മാഡം. ആ പഴയ പ്രതാപമൊക്കെ പോയി. ഇനി ആജ്ഞാപിക്കാനല്ല, അപേക്ഷിക്കാനേ പറ്റൂ. ഇവിടെ ഇപ്പൊ പേടിപ്പിക്കാനെന്ന പോലെയാണ് വന്നെങ്കിലും നിങ്ങളിപ്പോ പേടിച്ചിട്ടാ നിൽക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഊഹങ്ങളൊക്കെ തെറ്റാണെന്ന് ഇപ്പൊ കാണണോ? മാഡം പ്ലീസ്. പാപ്പ വെറുതെ തർക്കവും ബഹളവും ഒന്നും വേണ്ട. സർ പ്ലീസ്. ആൻറ്റി, ഇത് നമ്മളെല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എങ്ങനെ ബാധിക്കുന്ന ഈ പറയുന്നത്? നഷ്ടം മുഴുവൻ പറ്റിയിരിക്കുന്നത് എനിക്കാ. എന്റെ മോനെ എനിക്ക് കൈവിട്ട് പോയിരിക്കുന്നേ. അവനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അവനെ കിട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോവും. സർ, നിങ്ങളുടെ യൂണിഫോമിനോട് നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം ദാ ഈ ഇസബെല്ലെ അറസ്റ്റ് ചെയ്യണം. മാഡം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. പാപ്പ 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 ചെല്ല്. മാഡത്തോട് ഞങ്ങൾ സംസാരിച്ചോളാം. പ്ലീസ് പാപ്പ. മാഡം, സത്യമായിട്ടും പറയാ, ഋഷിയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. പാപ്പൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കരുതുന്നത് മാഡം അവനെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാ. അവനെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് അഭിനയിക്കുവാണെന്നാണോ നീ പറയുന്നേ? നോക്ക്, മകനെ വീണ്ടെടുക്കാൻ ഒരമ്മ ഏതറ്റം വരെയും പോവും. ആരോടും യുദ്ധം ചെയ്യും. എത്ര ഇസബല്ലമാര് വന്നാലും എത്ര ഡിവൈഎസ്പിമാര് വന്നാലും ഒറ്റയ്ക്ക് നേരിടും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഋഷിയെ എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ എത്തിക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാ ഞാൻ ഈ പറയുന്നേ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഋഷിക്ക് എന്താ കെവിൻ സംഭവിച്ചേ? അവനെന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി, അരുന്ധതി ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മളെ അതൊക്കെ എങ്ങനെ ബാധിക്കാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. നമ്മളെയൊക്കെ പറത്തിക്കൊണ്ട് പോകാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റ് ഉരുണ്ടുകൂടുന്നെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും സൂക്ഷിച്ചു. എന്നാ ശരി. ബെല്ല, ഋഷി ഇപ്പൊ എവിടെയാ? അവനെ കാണാതായതിന് പിന്നില് ആരാ? മുഖ്യമന്ത്രിക്കൊപ്പം വിലയുണ്ടായിരുന്ന മുൻ MLA, ഇപ്പോഴത്തെ ജനപ്രിയ MLA, രണ്ടും കൂടി കെട്ടി മുഖ്യമന്ത്രിയെ കാണാൻ പോയി. എന്നിട്ട് എന്തായി? മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കണ്ടിട്ട് തിരിച്ചു വന്നല്ലേ. ആ ഏരിയയിൽ അടുക്കാൻ പറ്റില്ലല്ലോ.
രാഷ്ട്രീയം കളിച്ച് കുടുംബം നോക്കാതെ നടക്കുന്ന മണ്ടന്മാരായ എല്ലാ നേതാക്കന്മാർക്കും പറ്റുന്നത് ഇതൊക്കെയാ. നാട്ടുകാര്യങ്ങൾക്ക് ഉറക്ക വിളച്ച് പട്ടിണി കിടന്ന് പണിയെടുക്കും. സ്വന്തം മോന്റെ കാര്യം വരുമ്പോ പാർട്ടിയും ഇല്ല, സർക്കാരും ഇല്ല. ഓ, ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ പ്രഭ? അത് കൊള്ളാം. അങ്ങാടി തോറ്റതിന് എന്റെ നേർക്ക് ചാടിയിട്ട് കാര്യമില്ല. ആ രാധാകൃഷ്ണനെ കൊണ്ട് ചെന്ന കാര്യം സാധിപ്പിച്ചെടുക്കാനുള്ള മിടുക്ക് വേണമായിരുന്നു. എന്തായാലും ഒരു കാര്യം മനസ്സിലായല്ലോ, ഇവിടുത്തെ അച്ഛനും മോൾക്കും രാഷ്ട്രീയത്തിൽ ഇപ്പോ ഇത്രയൊക്കെ വിലയേ ഉള്ളൂ. ആദ്യം താനൊരു വിലതാ, ബാക്കിയുള്ളവരുടെ കാര്യം നോക്കണ്ട. അമ്മേ, ആ പ്ലാന്റിന്റെ കാര്യം മുതല് രാധാകൃഷ്ണൻ മിനിസ്റ്റർക്ക് ദേഷ്യമായിരുന്നല്ലോ. അതുകൊണ്ടാ അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ അവസരം ഉണ്ടാക്കാത്തത്. മുഖ്യമന്ത്രിക്ക് 3-4 ദിവസം തിരക്കിട്ട ഷെഡ്യൂളാ. അത് കഴിഞ്ഞ ഉടനെ സിഎമ്മിനെ കാണാം. കൊള്ളാം. നന്ദനെ തട്ടിക്കൊണ്ടുപോയവർ അത്രയും ദിവസം മുഖ്യമന്ത്രി എന്തു പറയുന്നു പറഞ്ഞ് കാത്തിരിക്കുമല്ലേ. ഇനി നിങ്ങൾ വിട്ടേക്ക്. ചെയ്യേണ്ടത് ഞാൻ ചെയ്യാം. താൻ എന്ത് ചെയ്യുന്ന? പത്രസമ്മേളനം നടത്തുന്നതാണോ? പത്രസമ്മേളനോ പ്രസംഗോ അങ്ങനെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എന്തായാലും നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും നല്ല ഫലം കിട്ടും. ഞാനും ഒരു പാർട്ടിക്ക് വേണ്ടി നിയമസഭയിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. എന്റെ ഒരു കാര്യത്തിന് പ്രതിപക്ഷ നേതാവിനോടൊപ്പം മുഴുവൻ നേതാക്കളും നടു റോഡിലിറങ്ങി പ്രക്ഷോഭം സംഘടിപ്പിക്കും. പിന്നെ പോയി സംഘടിപ്പിക്ക്. എന്ത് ഫലമാ കിട്ടുമെന്നറിയാം. പറഞ്ഞില്ലേ, അത് സിദ്ധു അന്വേഷിക്കണ്ട. സിദ്ധുവിന് എന്നെ വിമർശിക്കാൻ അർഹതയില്ല. സ്വന്തം മകനെ കാണാതായിട്ട് ഇത്രയും ഗൗരവം കൊടുക്കാതെ നടക്കുന്ന ഒരച്ഛൻ ഇവിടെയേ കാണൂ. അവനിപ്പോ ഇങ്ങനൊരു അവസ്ഥ വരാൻ കാരണം താനാ. തെറ്റ് ചെയ്യുമ്പോ പറഞ്ഞു തിരുത്താതെ പലതും മൂടി വെച്ചു. അവൻ കുഴപ്പം പിടിച്ച കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടി. ഒന്നും എന്നെ അറിയിച്ചില്ല.